യേശു എല്ലാം അറിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മൾ മറച്ചു വെച്ചും അതുപോലെ തന്നെ മനുഷ്യരുടെ മുമ്പിൽ നമുക്കെല്ലാം മറച്ചു വയ്ക്കാം. അതുകൊണ്ടാണ് സമരിയാക്കാരി സ്ത്രീ ആ ഉച്ച സമയത്ത് അവിടെ വെള്ളം കോരാൻ വരുമെന്ന് യേശു അറിഞ്ഞു. യേശു അതറിഞ്ഞിട്ടാണ് അവളെ നേടാൻ വേണ്ടി ആ കിണറ്റിൻകരയിലേക്ക് പോകുന്നത്. പലപ്പോഴും യേശുവിൽ നിന്ന് അകന്ന് നടക്കുന്നവരെ നേടാൻ യേശു അവൻ്റെ അരികിലേക്ക് കടന്നു വരുന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. ഞാൻ യേശുവിൻ്റെ അരികിൽ നിന്ന് അകന്ന് നടക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ സ്വാർത്ഥത കൊണ്ട്, എൻ്റെ അഹങ്കാരം കൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ പാപ സാഹചര്യങ്ങൾ കൊണ്ട് യേശുവിൽ നിന്ന് അകന്ന് നടക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴെങ്കിലും എനിക്കുണ്ടോ എന്നുള്ളതാണ്. നിന്നെ നേടാൻ യേശു നിൻ്റെ അരികിലേക്ക് വരികയാണ്. നിന്നെ ഓർത്താണ് കർത്താവ് കാത്തിരിക്കുന്നത്. ആ സമരിയാക്കാരിയുടെ അരികിലേക്ക് വരുന്നത് അവളെ നേടാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ ക്ഷീണം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും നഷ്ടപ്പെട്ടു പോകുന്നതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ ക്ഷീണം. യേശുവിൻ്റെ ഏറ്റവും വലിയ ദാഹം എന്ന് പറയുന്നത് നാം അകന്നു പോകുന്നതാണ്. ആ ദാഹം തീർക്കുക എന്നുള്ളതാണ് കർത്താവ് എന്ന ദിവസം അവിടെ ചെയ്യുക. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നില്ല. നീ തിരിച്ചു വരിക, നീ എന്നിലേക്ക് തിരിച്ചു വരിക, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. ഇത് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ വഴിയിലൂടെയാണോ അല്ലെങ്കിൽ എൻ്റെ വഴിയിലൂടെയാണോ നടക്കുന്നതെന്ന് ആത്മശോധന ചെയ്യാം.